വയനാട്ടുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ താങ്കൾ ഉന്നയിച്ചത്. അതെ. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ച് ജയിച്ചു. പക്ഷെ അന്നുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഹാരവും കണ്ടെത്താൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി നിൽക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഈ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി ഈ വയനാടിന് വേണ്ടി പ്രത്യേകമായിട്ട് എന്താണ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്? കാരണം ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് പോലും സുരേഷ് ഗോപി ഇടപെട്ടിട്ടാണ് വയനാട് ജില്ലയ്ക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ വയനാട് ജില്ലയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പ്രത്യേകമായി കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? സാധാരണയുള്ള റോഡും കാര്യങ്ങളും ഒക്കെ അതിന്റെ കാര്യങ്ങളല്ല. വളരെ പെട്ടെന്ന് നെല്ലൂർ നാട് ക്യാൻസർ ആശുപത്രി ഉണ്ട്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഏക ക്യാൻസർ ആശുപത്രിയാണ്. അവിടെ ചെറിയൊരു ഉദാഹരണം ആരോട് പറഞ്ഞു, അവിടെ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട്, വൈദ്യുതി സഫീഷ്യന്റ് അല്ലാത്തതുകൊണ്ട് പല ട്രീറ്റ്മെന്റും നമുക്ക് ലഭിക്കില്ലായിരുന്നു. ഇവിടുത്തെ MLA പേര് OR കേളു MLA എന്നാണ്. അത് ഭരിക്കുന്നത് LDFന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി. ഇന്ന് നിങ്ങൾക്ക് ആശുപത്രി പോയാൽ കാണാം 50 ലക്ഷം രൂപ രാഹുൽ ഗാന്ധി മുടക്കിയിട്ടാണ് അവിടുത്തെ വൈദ്യുതിയുടെ എല്ലാ പ്രതിസന്ധിയും പരിഹരിച്ചത്. ഒരു കാര്യം തെറ്റിദ്ധരിപ്പിച്ചു. ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി കൊണ്ടുവന്നല്ല. ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് 543 പാർലമെന്റിന്റെയും എണ്ണം എടുത്തതിനു ശേഷം 135 ജില്ലകളെ പിന്നോക്കമായി നിൽക്കുന്ന ജില്ലകളിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് കണ്ടെത്തിയതിലൊരു ജില്ലയാണ്. അതിൽ സുരേഷ് ഗോപിക്ക് ഒരു ക്രെഡിറ്റും ഇല്ല. പിന്നെ അങ്ങനെ കണ്ടെത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കേന്ദ്രം തന്നിട്ടില്ല. ഓക്കെ, ഇനി മറുപടി. അപ്പൊ ചോദ്യത്തിന് ഉത്തരം എന്താണ് വയനാട് ചർച്ച ചെയ്യുന്നത്? എന്താണ് വയനാട് കഴിഞ്ഞ 5 വർഷക്കാലം ദേശീയ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി ഇവിടെ MP ആയതിനു ശേഷം വയനാട് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നേരത്തെ അരുൺ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു മറുപടി നമുക്ക് കിട്ടണം. അതെ, ഇന്ത്യൻ പാർലമെന്റിൽ വയനാടിന് വേണ്ടി എന്ത് സംസാരിച്ചു? എന്താണ്? ഞാൻ വരാം. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം എടുത്തിട്ട് വരാം. എനിക്ക് ചോദിക്കാനുള്ളത് ഈ UDFന്റെ പ്രതിനിധിയോടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. ഇതിൽ CAA റദ്ദാക്കും എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് ഇതുവരെയും കാണിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അത് കാണിക്കാത്തത്? ലീഗ് കൊടിയോ മറച്ചു വെച്ചു. അതന്നെ, ലീഗ് കൊടി മറച്ചു വെച്ചു. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് മുഴുവൻ ഇപ്പൊ മുസ്ലിങ്ങൾ ഒരു അരാജകത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് CAA ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ റദ്ദാക്കും എന്ന് പറയാൻ ആർജവം കോൺഗ്രസ് കാണിച്ചില്ല? രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. എന്താണ് ചർച്ചാ വിഷയമാവുക? ലീഗിന്റെ കൊടി മാറ്റിവെച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലീഗുകാരെ വോട്ട് കിട്ടൂല, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കേന്ദ്രത്തിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് ലീഗുകാരോട് പറഞ്ഞ് നിങ്ങൾ കൊടി കൊടുക്കുക. അപ്പോൾ ലീഗുകാർ പറഞ്ഞ് ഞങ്ങളെ വോട്ട് വേണമെങ്കിൽ കോൺഗ്രസിൻ്റെയും കൊടി വേണ്ട. അതെന്താണെന്ന് ഒന്നും കൂടി വിശദീകരിക്കണം. സങ്കടമുണ്ടോ? ഒരിക്കലുമില്ല. അത് UDFന്റെ തീരുമാനം മാത്രമാണ്. നേരത്തെ സുഹൃത്ത് ചോദിച്ചു, സങ്കടം ഉണ്ട് കേട്ടോ. ഒരിക്കലുമില്ല. കാരണം UDF ഐക്യകണ്ഠമായി തീരുമാനിച്ചതാണ് പാർട്ടിയുടെ കൊടി പകരം രാഹുലിന്റെ പ്രകാർഡും അദ്ദേഹത്തിന്റെ ചിഹ്നവും അതിൽ ആ സംവിധാനം മാത്രം മതി എന്ന് പാർട്ടിയുടെ തീരുമാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇവരെ കൊടി ഉയർത്താതൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉണ്ടായിട്ടില്ല? സുഹൃത്തെ, നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊടി എന്നുള്ള സംവിധാനത്തിൽ UDF കമ്മിറ്റി തീരുമാനിക്കുന്നതാണ്. ഒരു സംഘടന അല്ല, ഒരു പോഷക സംഘടനയോ അല്ലെങ്കിൽ ഘടകകക്ഷികളോ കൊടി വേണ്ട. പകരം അതുമായി ബന്ധപ്പെട്ട ആളുകൾ, സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ തങ്ങൾ ഏറ്റവും മുമ്പിലാണ് ഉണ്ടായത്. കുഞ്ഞാലിക്കുട്ടി സാറ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിന്റെ കൂടെ ഉണ്ടായത്. അപ്പോൾ ലീഗുകാർക്ക് ഇല്ലാത്ത വിഷമം മറ്റുള്ളവർക്ക് വേണ്ടെന്ന് തന്നെയാണ് വേണ്ട എന്നാണ് അഭിപ്രായം. എന്താണ് വോട്ട് ചർച്ച ചെയ്യുക? വോട്ടിന് അതായത് എനിക്ക് MP ആയിട്ട് വന്ന രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ വോട്ട് ചെയ്യാതിരുന്ന ബാക്കിയുള്ള ബഹുമാനപ്പെട്ട ജനങ്ങളും പ്രതീക്ഷിച്ചത് നല്ലൊരു എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഒരു ഉപകാരം ഇല്ല. ഇതിൽ എത്രയോ നല്ലതാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മറ്റു ഷാനവാസൊക്കെ ഞാൻ തോന്നുവാണ്. അവരോ മോശമാണ്. അതിലും 100% താഴേക്ക് പോയ ഒരു MP, ഇത്രയും നാണം കെട്ടൊരു MPനെ ഈ വയനാട് ജില്ല കണ്ടിട്ടില്ല. ആണോ? എന്താണ് ഇവിടുത്തെ വോട്ടർമാരുടെ അഭിപ്രായം? വയനാട്ടിലെ MPയെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ സാധ്യത? നല്ല അഭിപ്രായമാണ്. വയനാട്ടിലെ MP ഇവിടെ കഴിഞ്ഞ വർഷം 4,32,000 വോട്ടിന് ജയിച്ചു. ഇത്തവണ 5 ലക്ഷത്തിന് മുകളിലേക്ക് പോകും. 5 ലക്ഷത്തിന് മുകളിലേക്ക് വയനാട്ടിലെ വോട്ടർമാർ പോകും എന്നുള്ളതാണ് വയനാട്ടിലെ വോട്ടർമാർ പറയുന്നത്. രാഹുൽ ഗാന്ധി അത്ര കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണോ? രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ അല്ല, ഇന്ത്യയിലെ മതേതര ചേരിയും നിഷ്പക്ഷമതികളും ജനാധിപത്യ ചേരിയും ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുമനസ്സുകളും കാര്യഗൗരവമായി ഏറ്റെടുത്ത വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ അങ്ങുൾപ്പെടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ അരുൺകുമാർ ഇപ്പോൾ ചോദിച്ചു, ഞങ്ങളുടെ ഒരു പ്രവർത്തകനോട് തന്നെ ഇത്തിരി സങ്കടമുണ്ട് കേട്ടോ. അത്രയേറെ ലഘൂകരിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകൻ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ ലോകം ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ പോലെ
ഭാവി ഇന്ത്യയുടെ ജനാധിപത്യ ചേരിയുടെ സംരക്ഷകനായി അനുദിനം വിഭാഗീയതയുടെ വിധ്വംസക വിത്തുകൾ പാകുന്ന സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുന്ന ഇന്ത്യയുടെ അനിഷേധ്യനായ നേതാവായി CPIM പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അംഗീകരിക്കുന്ന ഒരു നേതാവിനെ സാങ്കേതികമായി ഒരു പരാമർശത്തിന് വേണ്ടി ഒരു ഇൻട്രോ മോഡൽ അവഹേളിക്കുന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യ ചേരിക്ക് ചിലത് പറയാനുണ്ട്. ഇന്ത്യയെ തിരികെ പിടിക്കണം. ഈ കൊടി മടി വെച്ചിട്ടാണോ ഈ പോരാട്ടം? ഒരിക്കലും കൊടി മടിയിൽ വെച്ചിട്ടില്ല. യു.ഡി.എഫിന് തീരുമാനമുണ്ട്. എന്തുകൊണ്ടാണ് അരുൺ ഇതുവരെ ഈ CK ശശി ഇടതുപക്ഷത്തിന്റെ നേതാവ് INL നിലപാട് നിങ്ങൾ ചോദിച്ചില്ല. കൊടിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു. INL കൊടി കർണാടകത്തിലെ NDAന്റെ ഒപ്പം നിൽക്കുന്നവന്റെ കൊടിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല. കർണാടകം കുട്ടം കഴിഞ്ഞാൽ NDAക്കൊപ്പം നിൽക്കുന്ന JDUവിന്റെ കൊടിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഇന്ത്യ മതേതരത്വവും ജനാധിപത്യവും സർവ്വസാഹോദര്യവും, ആ സാഹോദര്യം വിഭാഗീയതയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വേഷത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ ധ്വംസിക്കുന്ന RSS സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം കോൺഗ്രസിന്റെ നേതാവ് ഭാവി ഇന്ത്യയുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം, ഒരു ആശങ്ക പങ്കുവെക്കാനുള്ളത്, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടാളുകൾ വയനാട്ടുകാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റേ വ്യക്തിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. അദ്ദേഹം സംഘടനാ ചുമതലയുടെ ഭാഗമായിരിക്കാം. പക്ഷെ വയനാടിന്റെ വികാര വായ്പകളെ കുറിച്ച്, കർഷകന്റെ രോദനത്തെ കുറിച്ച്, വീട്ടമ്മമാരുടെ ആകുലതയെ കുറിച്ച് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുക എന്ന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചോദിക്കാൻ കോഴിക്കോട് അസംബ്ലി, ഈ വയനാട് പാർലമെന്റിലെ കോഴിക്കോട് അസംബ്ലിയിൽപ്പെട്ട തിരുവമ്പാടി പോലും ഉൾപ്പെടാത്ത ഒരു പ്രതിനിധിയെ അയച്ചത് NDAയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എതിർക്കുന്നത് CPIM നേതൃത്വം കൊടുക്കുന്ന LDFനെ അല്ല. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ തിരികെ പിടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ മതേതര ചേരിയുടെ ഒരു ഉണർത്തുപാട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് പൗരത്വ നിയമ ഭേദഗതി എങ്ങനെ പുറത്തുപോയി? പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കേസുകളിൽ 54 MPമാർ പ്രതിയായിട്ടുണ്ടെങ്കിൽ നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയാണ്. പ്രകടന പത്രികയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ നിങ്ങൾ ലഘൂകരിക്കരുത്. ചോദ്യമാണ്, പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി ഇല്ല? എന്റെ മറുപടി എന്ന് പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന വിഷയത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർത്തിപ്പിടിച്ച നേതാവ് അതെന്തുകൊണ്ട് പൗരത്വ ഭേദഗതി പ്രകടന ഇവിടുത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പാർട്ടി കേരളത്തിനപ്പുറത്തേക്കില്ലാത്ത പാർട്ടിയല്ല. കാശ്മീർ മുതൽ കന്യാകുമാരി പ്രകടന പത്രികയിൽ എന്തുകൊണ്ടില്ല? എന്നിട്ടും പ്രകടന പത്രികയിൽ എന്തുകൊണ്ടില്ല? അത് ഞങ്ങൾ ജനാധിപത്യം, ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ ഘടകമായിരിക്കുന്ന CPIO അതിനെ കുറിച്ച് ശബ്ദിച്ചോ? ഇല്ലല്ലോ. സംസാരിച്ചു. അവരുടെ പ്രകടന പത്രികയിലുണ്ട്. അവരുടെ പ്രകടന പത്രികയിലുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയോ? അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയണം. ഇന്ത്യ മുന്നണിയെ കുറിച്ച് വിഷയം മാറ്റിയല്ല. എന്റെ നേരിട്ടുള്ള ചോദ്യമാണ്, താങ്കൾ പറഞ്ഞ മതേതരത്വം സംരക്ഷിക്കാൻ പൗരത്വ നിയമ ഭേദഗതി പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? ഇന്ത്യയിലെ എന്നും മതേതരത്വം നിലനിർത്തിയതും ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി നിന്നതും കോൺഗ്രസ്.